കോൺഗ്രസ് ലീഡർ ഷമാ മുഹമ്മദ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ ഇപ്പോൾ വളരെ വലിയ വിമർശനം നടത്തിയിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ട് അദ്ദേഹത്തിന് പൊണ്ണത്തടിയാണ്, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ യോഗ്യനല്ലെന്നും, രണ്ടാമതായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാപ്റ്റനാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം ഇവർ പറഞ്ഞത് എത്രത്തോളം സത്യമുണ്ടത്. രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ നേടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 264 റൺസിന്റെ ഒരു വേൾഡ് റെക്കോർഡ് തന്നെയുണ്ട്. അതാണ് ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ഏകദിനത്തിൽ. രണ്ടാമതായിട്ട് 3 തവണ അദ്ദേഹം ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അപ്പം അതും ഒരു ലോക റെക്കോർഡാണ്. മൂന്നാമതായിട്ട് 8 തവണ അദ്ദേഹം 150+ റൺസ് നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ. അതും ഒരു ലോക റെക്കോർഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊണ്ണത്തടി അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏകദിനത്തിൽ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ അദ്ദേഹമാണെന്ന് നമുക്ക് കാണാം. ഇനി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ചരിത്രത്തിൽ ഏറ്റവും മോശം ക്യാപ്റ്റനൊന്നും അല്ല അദ്ദേഹം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം MS ധോണിയെ പോലെയൊന്നും ഒരു വലിയ ക്യാപ്റ്റനൊന്നും അല്ലെങ്കിലും ഇന്ത്യ 2023 ഏകദിന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ അദ്ദേഹമാണ്. അതിനുശേഷം വന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനും അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മോഡറേറ്റ്ലി സക്സസ്ഫുൾ ക്യാപ്റ്റനാണ്. ഇനി ക്രിക്കറ്റിലും അതുപോലുള്ള സ്പോർട്സിലും മാത്രം നമ്മൾ ക്യാപ്റ്റന്മാരെ വിമർശന വിധേയമാക്കിയേ പോരല്ലോ. അപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. രാഷ്ട്രീയത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൽഹി ഇലക്ഷൻ മാത്രം നോക്കിയാൽ ഡൽഹിയിൽ 3 തവണ ലോക്സഭ ഇലക്ഷൻ നടന്നു, ഡൽഹിയിൽ അതേപോലെ 3 തവണ നിയമസഭാ ഇലക്ഷൻ നടന്നു. അങ്ങനെ ഈ 6 ഇലക്ഷനിലും കോൺഗ്രസ് ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡക്കാണ് നേടിയത്, അതായത് 0 നേടിയത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിന്റെ ലീഡർ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാപ്റ്റനാണെന്ന് ഷമാ മുഹമ്മദ് പറയുമോ എന്നൊരു ക്വസ്റ്റൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ 90ഓളം ഇലക്ഷൻസ് അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേരിട്ടിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷത്തിലും പരാജയമായിരുന്നു. അപ്പം അതുകൊണ്ട് ഷമാ മുഹമ്മദ് അവരുടെ ലീഡറായ അവരുടെ ക്യാപ്റ്റനായ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നതിലും ഒരുപക്ഷെ അർത്ഥം ഉണ്ടായിരിക്കത്തില്ല. ഓരോരോ കോൺടെക്സ്റ്റിലായിരിക്കും പരാജയങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനുമാണ് രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച ക്യാപ്റ്റന്മാരെന്നും പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി തുടർച്ചയായിട്ട് 3 തവണ BJP അധികാരത്തിലെത്തിച്ചു. നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതുപോലെ രണ്ടാമതായിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർച്ചയായിട്ട് 2 തവണ CPM അധികാരത്തിലെത്തിച്ചു. അപ്പം അദ്ദേഹവും ഒക്കെ രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച ക്യാപ്റ്റന്മാരാണെന്ന് ഈ ഷമാ മുഹമ്മദ് ഈ ഒരു ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മതിക്കേണ്ടി വരും. അതങ്ങനെ അവർ സമ്മതിക്കുമോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രോഹിത് ശർമ്മയ്ക്കെതിരെയുള്ള വിമർശനം ഒന്നും തെറ്റെന്ന് പറയുന്നില്ല. കാര്യം എല്ലാവരും ഒരു ജനാധിപത്യത്തിൽ വിമർശിക്കപ്പെടാൻ അർഹരാണ്. വിമർശിക്കാനുള്ള യോഗ്യത നമുക്കുണ്ട്. പക്ഷേ ചില വിമർശനങ്ങൾ നമ്മൾ അതിന്റെ ഫാക്ട്സ് പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ. അതുപോലെ നമ്മൾ വൺ സൈഡഡ് വിമർശനവും ചെയ്യാൻ പാടില്ല. നമ്മളുടെ നേതാക്കന്മാരെയും നമ്മൾ ഇതുപോലെ ചിന്തിക്കണം. അവരും ഇതുപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ നേടുന്നുണ്ട്. അപ്പം അവരെയും നമ്മൾ ഇതുപോലെ വിമർശിക്കാൻ തയ്യാറാവാത്തവർ മറ്റുള്ളവരെ വിമർശിക്കുന്നത് മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.